കൃഷ്ണ ഗുരുവായൂരപ്പ, കുറച്ച് ഭക്തരുടെ ഒരു സംശയം. നമ്മൾ ഗുരുവായൂരപ്പന് അർച്ചന ഷീട്ടാക്കിയാൽ അതോടെ ചെയ്യുമോ, അതിന് പ്രസാദം കിട്ടുമോ, എന്താണെന്ന്. അർച്ചന എന്ന് പറഞ്ഞാൽ നമ്മൾ പുഷ്പാഞ്ജലി, അതിനാണ് അർച്ചന എന്ന് പറയുന്നത്. ഗുരുവായൂരപ്പന് അർച്ചന ചെയ്യുക എന്ന് പറഞ്ഞാൽ 27 നാളിനും ഒന്നിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ അർച്ചന നമ്മളവിടെ ഷീട്ടാക്കി കഴിഞ്ഞാൽ അർച്ചനയുടെ പ്രസാദം നമുക്ക് കിട്ടും. അത് രണ്ട് സ്ഥലത്തുനിന്ന് കിട്ടും. അതായത് നാലമ്പലത്തിനകത്ത് മേൽശാന്തി ഇരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് ഓദിക്കന്മാരിരിക്കുന്ന സ്ഥലം, അതായത് മേൽശാന്തി ഇരിക്കുന്ന സ്ഥലത്ത് ആരെങ്കിലും ഉണ്ടാവും, മേൽശാന്തി ഉണ്ടാവും അല്ലെങ്കിൽ ഓദിക്കന്മാരുണ്ടാവും. അവരെടുത്ത് ഇത് കൊടുത്താൽ അപ്പോൾ അവരതിൻ്റെ ഭഗവാന് അർപ്പിച്ച പൂക്കളും ചന്ദനവുമായിട്ട് നമുക്ക് തരും. അതുപോലെ പിന്നെ മേൽശാന്തിയെ കൊണ്ടോ അല്ലെങ്കിൽ ഓദിക്കന്മാരെ കൊണ്ടോ നമുക്ക് നമ്മുടെ പേരിൽ അർച്ചന ചെയ്യിപ്പിക്കണമെങ്കിൽ അവിടെ നമ്മൾ ദക്ഷിണ വെച്ച് കഴിഞ്ഞാൽ അവരോട് നാളും പേരൊക്കെ പറഞ്ഞാൽ അവർ ചെയ്തു തരാറുണ്ട്. ഒന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ചുറ്റമ്പലത്തിൽ നമ്മൾ പ്രസാദ വിതരണം നടത്തുന്ന സ്ഥലത്തിൻ്റെ അവിടെ അടുത്തൊരു കമ്പി ഒക്കെ ഇട്ടിട്ട് ഗ്രില്ലിട്ടിട്ട് വളച്ചിട്ട് ഉള്ള ഒരു സ്ഥലമുണ്ട്. അതായത് ഭഗവതി നടയ്ക്കും പ്രസാദ കൗണ്ടറിനും അടുത്ത്. അത് ശീവേലിക്ക് ശേഷം ഉള്ള സമയത്ത് അവിടെ പ്രസാദം കൊടുക്കും. അപ്പോൾ അവിടെ നിന്ന് ഗുരുവായൂരപ്പന് അർപ്പിച്ച ആ പൂക്കളും ചന്ദനവും കളവും ഒക്കെ തന്നെയാണ് അവിടുന്ന് നമുക്ക് പ്രസാദമായിട്ട് കിട്ടുക. അതുപോലെ അകത്തെ ഗണപതിക്ക് അർച്ചന ചെയ്യാം, അതേപോലെ അയ്യപ്പന് അർച്ചന ചെയ്യാം, ദേവിക്ക് അർച്ചന ചെയ്യാം. ഇതിനൊക്കെ പ്രസാദം ആ സ്ഥലങ്ങളിൽ, അതത് സ്ഥലങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അതാണ് പറയാനുള്ളത്. ഗുരുവായൂരപ്പന് മാത്രം 27 നാളിനും ഒന്നിച്ച് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു പ്രസാദമാണ് നമുക്ക് കിട്ടുക. നമ്മുടെ പേരിലൊക്കെ നമ്മൾ ഷീട്ടാക്കുമ്പോൾ അത് ഭഗവാൻ സമക്ഷത്തിലേക്ക് എത്തി എന്നുള്ള ഒരു കാര്യമാണ്. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ സംശയം ചോദിച്ച ആളുകൾക്കും ഇനി സംശയം ഉള്ള ആളുകൾക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊന്നുമല്ല, ഭഗവാന്റെ ആ പൊന്നുണ്ണിയുടെ കാലിൻ്റെ മുകളിൽ, അതായത് ഭഗവാൻ അർപ്പിച്ച പൂക്കൾ തന്നെയാണ്. അതായത് ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ സ്പർശിച്ച പൂക്കൾ തന്നെയാണ് നമുക്ക് പ്രസാദമായിട്ട് ലഭിക്കുന്നത്. അതുപോലെ കളഭവും ചന്ദനവും ഒക്കെ ആ ഭഗവാന്റെ ദേഹത്തുനിന്ന് എടുത്തിട്ടുള്ളത് തന്നെയാണ് നമുക്ക് അർച്ചന പ്രസാദമായിട്ട് ലഭിക്കുന്നത്. അപ്പം അതിന് യാതൊരു മടിയും വിചാരിക്കേണ്ട, ധൈര്യമായിട്ട് നമുക്ക് അവിടെ എഴുതിക്കാം, അർച്ചന ഷീട്ടാക്കാം. എന്നിട്ട് അതിൻ്റെ പ്രസാദം വാങ്ങിയിട്ട് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരിക, നമുക്ക് ഒക്കെ ചെയ്യാട്ടോ. അപ്പം അതിന് ഒരു മാറ്റവും വിചാരിക്കേണ്ട. കാരണം വലിയ വലിയ ക്ഷേത്രങ്ങളിൽ അർച്ചനയ്ക്ക് എഴുതിയാൽ അതിപ്പോൾ എന്താ ചെയ്യുമോന്ന്, പക്ഷെ ചെയ്യും. ആ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതിൻ്റെ നമ്മളെയും കൂടിയും ആ ഒരു എന്താ പറയുക, ഭക്തിയുടെ ആ ഒരു ഇതാണ് അവിടെ ഭഗവാന്റെ കാൽക്കൽ എത്തിക്കുന്നത്, സമർപ്പിക്കുന്നത്. അത് തീർച്ചയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ആരും എന്താ പറയുക, അർച്ചന ഷീട്ടാക്കാതിരിക്കണ്ട, ഷീട്ടാക്കിക്കോളൂ. ധൈര്യമായിട്ട് ഷീട്ടാക്കാം. കാരണം നമ്മുടെ ആ ഒരു പൈസയും കൂടി അവിടെ ആ ഭഗവാന്റെ, നമ്മുടെ നക്ഷത്രത്തിൻ്റെയും കൂടി അവിടെ എത്തുകയാണ് ഭഗവാന്റെ മുന്നിൽ. അപ്പോൾ അതിൻ്റെ പ്രസാദം നമ്മൾ വാങ്ങണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് വാങ്ങിയാൽ നമുക്കും കൂടി അർഹതപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവരിലേക്കും എത്തട്ടെ. ഹരേ കൃഷ്ണ.